കൽപ്പന ചൗള, കൊളംബിയ ബഹിരാകാശ ദുരന്തം. ഇന്ത്യയുടെ അഭിമാനവും ബഹിരാകാശ ഗവേഷണത്തിലെ തിളക്കമുള്ള നക്ഷത്രവുമായിരുന്നു കൽപ്പന ചൗള. ഹരിയാനയിലെ കർണാലിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച കൽപ്പന ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വംശജയായ വനിതയാണ്. എന്നാൽ അവരുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്ര ഒരു ദുരന്തത്തിൽ കലാശിച്ചു. കൊളംബിയ ബഹിരാകാശ പേടകത്തിന്റെ ദുരന്തം ശാസ്ത്രലോകത്തെയും ലോകത്തെ മുഴുവൻ ജനങ്ങളെയും കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ്. കൽപ്പന ചൗളയുടെ സ്വപ്നയാത്ര. 1997 നാസയുടെ STS-87 ദൗത്യത്തിലൂടെയാണ് കൽപ്പന ചൗളയുടെ ആദ്യ ബഹിരാകാശ യാത്ര. ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കി അവർ ഇന്ത്യയുടെ യശസ്സുയർത്തി. ബഹിരാകാശത്തോളം ഉയരത്തിൽ സ്വപ്നങ്ങൾ കണ്ട ആ പെൺകുട്ടിക്ക് അത് സ്വപ്നസാക്ഷാത്കാരമായിരുന്നു. അതിനുശേഷം 2003 ജനുവരി 16 കൽപ്പന ചൗള വീണ്ടും ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു. STS-107 എന്ന കൊളംബിയ സ്പേസ് ഷട്ടിൽ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ഈ യാത്ര. മൈക്രോഗ്രാവിറ്റിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളുമായിരുന്നു ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. കൽപ്പന ഉൾപ്പെടെ 7 ബഹിരാകാശ യാത്രികരാണ് ഈ ദൗത്യത്തിലുണ്ടായിരുന്നത്. 17 ദിവസത്തെ ബഹിരാകാശ ജീവിതം കഴിഞ്ഞ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അവർ ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങി. 2003 ഫെബ്രുവരി 1 അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ ഇറങ്ങാനായി ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. ഭൂമിയിൽ ലാൻഡ് ചെയ്യാൻ വെറും 16 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കൊളംബിയ സ്പേസ് ഷട്ടിൽ ടെക്സാസിന് മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ച് അഗ്നിഗോളമായി മാറി. പേടകത്തിലുണ്ടായിരുന്ന 7 യാത്രികരും ദാരുണമായി മരണപ്പെട്ടു. ദുരന്തത്തിന്റെ കാരണം. പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ പേടകം വിക്ഷേപിച്ച സമയത്തുണ്ടായ ഒരു സാങ്കേതിക തകരാറാണ് ദുരന്തത്തിന് കാരണമായതെന്ന് കണ്ടെത്തി. വിക്ഷേപണ സമയത്ത് ഇന്ധന ടാങ്കിൽ നിന്ന് ഒരു ഫോം കഷണം അടർന്നു വീണ് പേടകത്തിന്റെ ഇടത് ചിറകിന്റെ താപകവചത്തിൽ തെർമൽ ഷീൽഡ് തകരാർ ഉണ്ടാക്കിയിരുന്നു. ഇത് തിരിച്ചിറങ്ങുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന താപം താങ്ങാൻ പേടകത്തിന് കഴിയാതെയായി. ചിറകിൽ തീപിടിക്കുകയും അത് പേടകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ കൊളംബിയ പേടകം ചിന്നിച്ചിതറിപ്പോയി. ഇന്ത്യൻ വംശജയായ ഒരു വനിതാ ബഹിരാകാശ യാത്രികയെ ലോകത്തിന് എന്നേക്കുമായി നഷ്ടമായ ആ ദുരന്തം ശാസ്ത്രലോകത്തിന് ഒരു വലിയ ആഘാതമായി.